ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിസ്താഷ്യോ കുനാഫ ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കേക്കിൽ ആദ്യം ബേസ് ആയിട്ടൊരു ചോക്ലേറ്റ് സ്പോഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അടുത്തതായി ഇതിലേക്കൊരു 100 ഗ്രാം കുനാഫ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുനാഫ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഇത്ര മതിയിട്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് പിസ്താഷ്യോൻ്റെ സ്പ്രെഡാണ് കേട്ടോ. അത് ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ആ ഒരു സ്പ്രെഡ് ഇതിപ്പോൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ മുൻപൊരു പിസ്താഷ്യോൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഹോം മെയ്ഡായിട്ട് എങ്ങനെ പിസ്താഷ്യോ സ്പ്രെഡ് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ പിസ്താഷ്യോ കുനാഫ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി സ്പ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതൊരു സ്പാറ്റുല വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്കും ആവശ്യത്തിനുള്ള സ്പ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഡ്രീം കേക്കിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് കേക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് വെറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഗണേഷിലേക്ക് കുറച്ച് മിൽക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അടുത്ത ലെയറായിട്ട് ക്രീം കൊടുക്കാം. നമ്മളിപ്പം ആ ഒരു സ്പ്രെഡ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതാണ് അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് കുനാഫ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ലെയർ മുഴുവനായിട്ടും നന്നായിട്ട് തന്നെ കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് ഗണേഷാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ടോപ്പിൽ കൊടുത്ത ഒരു ഗണേഷ് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 5 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ ഡെക്കറേഷനായിട്ട് ടോപ്പിൽ പിസ്താഷ്യോ സ്പ്രെഡ് ഇതുപോലെ ഡിസൈൻ പോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്താഷ്യോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ടോപ്പിൽ കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് പ്രീമിയം ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കട്ടോ.
ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഇന്നലെ +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക്. അൽഹംദുലില്ലാ ഫുൾ A+ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കുനാഫ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് തന്നെ വെച്ചതിന് ശേഷമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് കേട്ടോ. ആ ഒരു കുനാഫേൻ്റെ ഫില്ലിങ്ങും ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചും പിന്നെ അതുപോലെ ആ ഒരു ക്രീമും ടോപ്പിലെ ചോക്ലേറ്റ് എല്ലാം കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്